കർത്താവിൻ്റെ ധന്യമുള്ള നാമം ഈ അനുഗ്രഹീതമായ ഇവിടെ ക്രമീകൃതമായ ഈ മീറ്റിംഗിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ ഈ അനുഗ്രഹീതമാകുന്ന ആത്മീയ യോഗത്തിന് ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന ക്രിസ്തുവിൽ ആദരണീയനായ കർത്തദാസൻ പാസ്റ്റർ മനോജ് അവറുകൾ, വിശേഷ MJ ഗോസ്പൽ ടീം എന്ന അനുഗ്രഹീതമായ ആത്മീയ സംഘടനയ്ക്ക് എല്ലാവിധത്തിലുമുള്ള ആത്മീയ തൽപര കാര്യങ്ങളിൽ മുമ്പിൽ നിന്ന് നമ്മെ നയിക്കുന്ന ബഹുമാനായ കർത്തദാസൻ പാസ്റ്റർ മാത്യു മല്ലശ്ശേരി അവറുകൾ, വിശേഷിച്ച് ഈ ശബ്ദ സംവിധാനങ്ങളെ അടുക്കോട് ക്രമത്തോടു കൂടി നിർവഹിക്കുന്ന ക്രിസ്തുവിൽ ഞങ്ങളുടെ കർത്തദാസൻ പാസ്റ്റർ ജെറോം അവറുകൾ അനുഗ്രഹീതനായ കർത്തദാസനാണ്. ഓർത്ത ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. വിശേഷാൽ ഇവിടെ എനിക്ക് മുമ്പായിട്ട് പരിമിതമായ സമയം കൊണ്ട് തൻ്റെ സാക്ഷ്യം തനിക്ക് കർത്താവ് നൽകിയ ജീവിത വഴിത്താരിൽ ദൈവം മാർഗദീപമായ ആവിധ സന്ദർഭങ്ങളെ നമ്മോട് പ്രഘോഷിച്ച ബഹുമാനായ കർത്തദാസൻ പ്രിയ സേവ്യർ സാറ്, വിശേഷ വകയാർ ചർച്ച ബോർഡിൻ്റെ ശുശ്രൂഷ വഹിക്കുന്ന പാസ്റ്റർ ജോൺ സക്കറിയ, മറ്റേ അനുഗ്രഹീതനായ കർത്തദാസന്മാർ, വിശേഷാൽ ഈ ഭവനത്തിൻ്റെ ഈ ഭവനം ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ വീടിൻ്റെ ഗ്രഹനായകൻ പ്രിയ കർത്തദാസൻ ഒക്കെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. വാത്സല്യമുള്ള മാതാപിതാക്കൾ, അനുഗ്രഹീതരായ കർത്തദാസന്മാർ, മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് നമ്മെ ആത്മീയ ആനന്ദത്തിലേക്ക് നയിച്ച അനുഗ്രഹീതമായ ഗായക സംഘം, ഇതിനൊക്കെ നന്നായിട്ട് വേണ്ട രീതിയിൽ തൻ്റെ കരവിസ്മയം തീർത്ത പ്രിയ കർത്തദാസൻ പാസ്റ്റർ അനീഷ് അവറുകൾ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഏവർക്കും ഈ വിവിധ മീഡിയയിൽ കൂടി ഇത് വിവിധ ഇടങ്ങളിൽ വീക്ഷിക്കുന്ന എല്ലാ വിവിധ ആളുകൾക്കും, വിശേഷിച്ച് ഈ ശബ്ദപരിധിയിൽ ഈ ശബ്ദ സീമയിൽ അടുത്തും അകലെയും വീതികളിലും ദൂരങ്ങളിലും വീതികളിലും വീടുകളിലും ബീച്ചുകളിലും ഒക്കെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് ഭാഗവാക്കാക്കുന്ന വിവിധ മതദർശനങ്ങളിൽ വിശ്വസിക്കുന്ന എൻ്റെ മതേതര സുഹൃത്തുക്കൾ എല്ലാവർക്കും ധന്യനും മതിനും ആരാധനും വീണ്ടും ആഗമിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ പവിത്രമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ദീർഘമായ സമയം നമ്മുടെ മുമ്പാകെ ഇല്ലാത്തത് കൊണ്ടും രാത്രി യോഗങ്ങൾക്ക് ക്രമീകൃതമായ സമയമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടും തന്നെ നമുക്ക് ഒരു തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ചിന്തകൾക്ക് ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-26 വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-26 വാക്യം വായിക്കാം. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ തിരുമുമ്പാകെ ഇടയട്ടെ. ഈ തിരുവചനത്തിന്റെ കേൾവി, ഈ ശബ്ദപരിധി ശ്രദ്ധിക്കുന്ന ഏവർക്കും ഈ പ്രാർത്ഥനയോടെ ഈ അങ്കണത്തിൽ വന്ന് കൂടപ്പെട്ട നമുക്കൊക്കെ ഏറെ അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങളുടെ ധന്യനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനത്തെ തിരികരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദേശത്തിന് അതിന് വേണ്ടുന്ന രീതിയിൽ വിഭാവന ചെയ്യുവാൻ അടിയിൽ കൃപ പകർന്നാട്ടെ. അടിയിൽ നിൽക്കുന്ന അങ്ങ് അടിയിൽ ഉപയോഗിച്ചാലും അടിയിൽ സംസാരിക്കുന്നു. അങ്ങക്ക് ഹിതമുള്ളത് സംസാരിപ്പാൻ പ്രാപ്തനാക്കിയാലും അവൻ പുതിയ നിബന്ധ സൂചകന്മാരാക്കുമ്പോൾ ഞങ്ങളെ പ്രാപ്തരാക്കി ഞങ്ങളുടെ മിടുക്കും കഴിവുമല്ല വീണ്ടും പ്രാപ്തിയോടെ നിർത്തും. മഹത്വം അങ്ങയ്ക്ക്. അരുമരക്ഷകൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അരുമനാഥൻ അരുമയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമേൻ. നമ്മുടെ കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ ഈ തിരുവചനത്തിനായി ഞാൻ കർത്താവിന്റെ മഹത്വം അർപ്പിക്കുകയാണ്. എല്ലാവരും വിസ്മയം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹീതമായ വാക്യഭാഗമാണ്. വിശുദ്ധ വേദപുസ്തകത്തെ പറ്റി ഈ ശബ്ദപരിധി ശ്രദ്ധിക്കുന്ന വിവിധ ആളുകൾക്ക് ഒരുപക്ഷെ അറിയാം. ക്രിസ്തുയേശുവിന്റെ പാവന പൊട്ടി പവിത്ര സുവിശേഷങ്ങളുടെ വിളംബരങ്ങൾക്ക് ഏറെ ഈടുറ്റ ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിലും ഈ അനുഗ്രഹീതമായ സനാതനമായ സക്രിയമായ സഫലമായ ഈ സന്ദേശത്തിന്റെ അതിപ്രാധാന്യത
ഏറെയാണ്. ഈ സുവിശേഷത്തിന്റെ വിവിധ തരത്തിലുള്ള സന്ദേശങ്ങൾ ഒട്ടനവധി സന്ദർഭങ്ങളിൽ കേൾക്കുവാൻ നിരവധി ഭാഗ്യം സിദ്ധിക്കപ്പെട്ട ഒട്ടനവധി ആളുകൾ ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ സഹോദരങ്ങളെ, ഈ വാക്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നസറേയനായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പാകെ വരച്ചു കാണിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇങ്ങനെയാണ് വാക്യഭാഗം. ആ വാക്യഭാഗത്തിന്റെ ഒരു ഭാഗം മാത്രം നിങ്ങളുടെ മുമ്പിൽ പ്രമേയമായി വെച്ചുകൊണ്ട് വേഗത്തിൽ എന്റെ വാക്കുകൾക്ക് അടിക്കുത്തിടുവാൻ ഉപസംഹാരം കുറിപ്പാൻ ഞാൻ കർത്തൃകൃപയിൽ ശരണപ്പെടുകയാണ്. എല്ലാവരും വിസ്മയം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. അപൂർവ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം എന്ന വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില പരിമിതമായ ആശയങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെക്കുവാൻ ഞാൻ കർത്തൃകൃപയിൽ ശരണപ്പെടുകയാണ്. എന്റെ സഹോദരങ്ങളെ, എന്റെ ബഹുമാന്യ സഹൃദയരെ, നാം അറിഞ്ഞിരിക്കണം, മറ്റുള്ളവരെ അറിയിക്കേണ്ടതായ ഒരു അനുഗ്രഹീതമായ ആത്മീക സത്യമാണ്. അപൂർവ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തെ പറ്റി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട്. എന്നോടൊപ്പം ചേർന്ന് കർത്താവിനെ, ആ നല്ല നാഥനെ ഉയർത്തുന്നതിൽ സന്തോഷമുള്ളവരുടെ കാര്യം ഒരിക്കൽ കൂടി ഉയരട്ടെ. നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആർക്കാണ് അപൂർവ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? ലോകത്തിൽ വ്യത്യസ്ത തരങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ആളുകൾ ജനനം കൊള്ളുന്നുണ്ട്. പക്ഷേ ശ്രദ്ധേയമായ 1, 2, 3, 4, 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കട്ടെ. ആർക്കാണ് അപൂർവ കാര്യം ചെയ്യാൻ കഴിയുന്നത്? 5 വിധ യോഗ്യതകൾ ഉള്ള യോഗ്യതാ പുരുഷന് മാത്രമേ അപൂർവ കാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്തൊക്കെയാണ് ആ 5 യോഗ്യതാ കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ, 1, അപൂർവമായി ഈ മണ്ണിൽ ജനിച്ചവനായിരിക്കണം. 2, അപൂർവമായി ഈ ദരിദ്രയിൽ ജീവിച്ചവനായിരിക്കണം. 3, അപൂർവമായി ഈ ദരിദ്രയിൽ മരിച്ചവനായിരിക്കണം. 4, അപൂർവമായി ഈ അവനിൽ ഉയർത്തെഴുന്നേറ്റവനായിരിക്കണം. 5, അപൂർവമായി കാലതാമസം എന്നെ മേഘപാളികളിലേക്ക് പുണർന്നുകൊണ്ട് പുനരാഗമിക്കുന്നവനാകണം. ഈ 5 വിധ യോഗ്യതകളുള്ള ഒരുവന് മാത്രമേ അപൂർവ കാര്യം ഞാൻ എന്ന വ്യക്തിത്വത്തിൽ, നമ്മളെന്ന കർത്തൃത്വത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന്റെ രാത്രി ഞങ്ങൾ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ നിസ്സംശയമായി ഈ പൂങ്കാവിന്റെ ഈ മണ്ണിലും ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ക്രിസ്തുവിന്റെ സനാതനമായ സന്ദേശത്തിലും മാത്രമേ അപൂർവമായ കാര്യം ചെയ്യാൻ കഴിയൂ. അത് ഒരുവരിൽ മാത്രം, അത് യേശു ക്രിസ്തുവിൽ മാത്രമാണ്. എന്താണ് അവന്റെ ജനനം വ്യത്യസ്തമായത്? അപൂർവമായ ജനനമായിരുന്നു എന്റെ യേശുവിന്റെ ജനനം. ഒരുപക്ഷെ ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന വിവിധ ആളുകൾക്ക് വിവിധ മേഖലകളിൽ തെറ്റിദ്ധാരണകൾ പരക്കാൻ സാധ്യത ഏറെയാണ്. കാരണം ഏത് വിഷയത്തിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ചിന്താധാരയങ്ങൾ, പൊട്ടിപ്പുറപ്പെടുവിക്കുന്ന ആശയവിനിമയങ്ങൾ, താത്വിക ചിന്തകൾ, രാഷ്ട്രീയ മീമാംസകൾ പൊട്ടിമുളച്ച് അങ്ങ് വേരോട്ടമുള്ളൊരു മഹത്തായ നാട്ടാണ്. ഈ നാട്ടിൽ നിന്നുകൊണ്ട് ചില സന്ദേശങ്ങൾ പങ്കുവെക്കുമ്പോൾ ചിലരുടെ മസ്തിഷ്കത്തിൽ ചൂടുപിടിച്ചുരുത്തിരിയുന്ന ആശയങ്ങൾ കൊണ്ട് അവർ മറ്റുള്ളവരെ മരവിപ്പിക്കത്തക്ക രീതിയിലുള്ള പലവിധ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ കൃത്യമായി നിയോഗിതമായി തെളിയിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ കഴിയും. എന്താണ് എന്റെ യേശുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത? ഈ മണ്ണിൽ പിറന്നു വീണ എല്ലാ മാനവിക സമൂഹങ്ങളും സ്ത്രീ പുരുഷ ബീജ സങ്കലനത്തിൽ കൂടി ജനനം കൊള്ളുമ്പോൾ എന്റെ യേശുവിന്റെ ജനനം അങ്ങനെ ഒരു ജനനമല്ലായിരുന്നു. അത്യുന്നതന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ ശക്തിയാൽ ഉത്ഭവിക്കപ്പെട്ടൊരു പ്രജയെയാണ് ഞങ്ങൾ ഈ പൂങ്കാവിന്റെ മണ്ണിൽ ഉയർത്തുന്നത്. അത് ഒരുവൻ മാത്രം, അതിന്റെ യേശു മാത്രമാണ്. തത്തുല്യമായി പകരം വെക്കാൻ ഒരു പകരക്കാരില്ലാത്ത ഒരു അരുമയുടെ നാഥനാണ് എന്റെ യേശുനാഥൻ എന്നുള്ളത്. എന്റെ സഹോദരങ്ങളെ, ആ നാഥൻ അപൂർവമായിട്ടാണ് ഈ ദരിദ്രയിൽ, ഈ മണ്ണിൽ ജീവിച്ചത്. പ്രശ്നകലുഷിതമാകുന്ന പാപത്തിന്റെ ഭംഗുരഭാസങ്ങൾ, പാപത്തിന്റെ മലീനസതകൾ കൊണ്ട് ഉഴന്നാടിയ ഈ മണ്ണിൽ എന്റെ യേശുനാഥന്റെ ജീവിതം വെറും ഒരു ജീവിതമല്ലായിരുന്നു. ഈ മണ്ണിൽ പിറന്നു വീണ പടുക്കൽ പണ്ഡിതർ, ഉന്നതർ, ചക്രവർത്തി, കിരാതന്മാർ എല്ലാം ഒന്നടങ്കം തന്നെ ഈ പാപമാകുന്ന പാപമങ്കുലതകൾ കൊണ്ടുള്ള ലോകത്തിൽ ജനിച്ചു വീണനന്തരം പാപത്തിന്റെ ക്രിയാപ്രവർത്തികൾ കൊണ്ടവരെല്ലാം ജീവിക്കുമ്പോൾ എന്റെ യേശുവിൽ ഒരു പൊട്ടിന്റെ അടയാളത്തിൽ പോലും പാപം കണ്ടെത്താൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് താൻ ജനിച്ചു വളർന്ന നസ്രത്ത് എന്ന മണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ഒരു വിശകീശനത്തിന്റെ പ്രഖ്യാപനം ലോകത്തെ ആകമാനം വിറപ്പിച്ചുകൊണ്ട് ദശാബ്ദങ്ങളും സഹസ്രാബ്ദങ്ങളും പിന്നിട്ടിട്ടും മറ്റാർക്കും പറയാൻ കഴിയാത്ത ഒരു ഉന്നതമായ പ്രഖ്യാപനം താൻ നസ്രത്തിന്റെ മണ്ണിൽ നടത്തിയിരുന്നു. അതിങ്ങനെയായിരുന്നു: നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ കഴിയുമെന്ന്. ആ ചോദ്യത്തിന്റെ മുമ്പിൽ കുന്തമലകളും ശരശയ്യങ്ങളും മുടക്കിയവരെല്ലാം മുട്ടുകുത്തി മുട്ടിലഴിഞ്ഞ് മാപ്പപേക്ഷിച്ചു പോയ കാലത്ത്
പോലെ ഇന്ന് രാത്രിയിലും ആർക്കും പറയാൻ കഴിയില്ല നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ കഴിയുമെന്ന്. എല്ലാ മനുഷ്യരും പാപത്തിന് ആദമപ്പെട്ട് കിടക്കുമ്പോൾ പാപമുള്ള ഈ ലോകത്ത് പാപത്തിന്റെ ഭംഗുരഭാസങ്ങൾ, പാപത്തിന്റെ മലീനസതകൾ തൊട്ടിരീണ്ടാതെ ഈ ദരിദ്രയിൽ ജീവിച്ച് ഒറ്റ നായകനെ ഉലകത്തിന്റെ നെറുകയിൽ പ്രതിനിധിട്ടുള്ളൂ. അത് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ നാസറയനായ യേശുക്രിസ്തുവാണെന്ന് ഇന്ന് രാത്രിയിലും ഞങ്ങൾ ആത്മശങ്കയ്ക്കിടയില്ലാതെ പ്രഖ്യാപിക്കട്ടെ. ദന്തഗോപുരങ്ങൾ പോലെ പടുത്തുയർത്തിയ വിപ്ലവങ്ങൾ ഈ മണ്ണിൽ സൂര്യോദയം കൊണ്ടിട്ടുണ്ടെങ്കിൽ പിറന്നു വീണ എല്ലാ ആചാര്യന്മാരെക്കാട്ടിലും, എല്ലാ നവോത്ഥാന നായകന്മാരെക്കാട്ടിലും, എല്ലാ ദാർശനിക ഗ്രന്ഥകാരന്മാരുമെല്ലാം ഈ മണ്ണിൽ അടിപതറി പാപത്തിൽ വീണ് അങ്ങ് അതപ്പതിച്ചു പോയപ്പോൾ എന്റെ യേശുവിനെ പാപത്തിന്റെ പിടിയിൽ പിടിച്ചൊതുക്കുവാൻ കഴിയില്ല. കാരണം പാപത്തെ പോക്കുവാൻ വേണ്ടി ഈ മണ്ണിൽ അവതരിച്ചവനാണ് എന്റെ യേശുനാഥൻ എന്നുള്ളത്. അവന്റെ മരണം ഒരു അപൂർവമായ മരണമായിരുന്നു. ഈ മണ്ണിൽ ഉദയം കൊണ്ട് എല്ലാ ഉദയാനന്തര നക്ഷത്രങ്ങളും ഒക്കെ ഈ മണ്ണിൽ മരിച്ചിട്ടുണ്ട്. കാലത്തിന്റെ യവനികളിൽ എല്ലാ മനുഷ്യരും മരിക്കും, ഉറപ്പാണ്. നമ്മളൊക്കെ എന്തിനാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖർ ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ അവരുടെ മുഖ്യ പങ്ക് വഹിച്ച മുഖ്യ ധാരാസൂത്രകർ ഇങ്ങനെ വിപ്ലവം കൊള്ളുന്ന ഏതാളുകളെ മുന്നിൽ നിർത്തിയാൽ എല്ലാവരും ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷെ മരിക്കാൻ വേണ്ടി ജനിച്ച ഒരുവനെയും മണ്ണിലുള്ളൂ. അതിന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുന്ന എന്റെ നാസറയനായ എന്റെ യേശുവാണ്. അവന്റെ മരണം ഒരു നരബലിയല്ല, മറിച്ച് അവന്റെ മരണം എന്നുള്ളത് പാപത്താൽ നിറയപ്പെട്ട മനുഷ്യരെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അത് ഉറപ്പായ കാര്യമാണ്. അങ്ങനെ എന്റെ യേശുനാഥൻ ഗതസമനി പിടിക്കപ്പെട്ട അനന്തരം ഗവത എന്ന കൽത്തലത്തിൽ വിസ്താരാനന്തരം ഗോൽഗോഥയുടെ നെറുകയിൽ അവൻ തകരപ്പെട്ടത് പരാജയമല്ല, അതൊരു വിജയമാണ്. ഇന്ന് പല ആളുകളും പറയാനുള്ള കാര്യമുണ്ട് യേശുവിന്റെ മരണം ഒരു പരാജയമാണെന്ന്. അതിന് ചൂണ്ടിക്കാണിക്കുന്നൊരു വ്യക്തമായ വസ്തുതയുണ്ട്. അവർ പറയുന്നത് യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ ഉറക്ക നിലവിളിച്ചു പ്രാണനെ വിട്ടെന്ന്. നിങ്ങൾ സേവിക്കുന്ന യേശു ഉറക്ക കാൽവറിയുടെ കൊലക്കളത്തിൽ നിലവിളിച്ചവന്റെ പിന്നാലെ അണിനിരക്കുന്ന ഒരു കൂട്ടരാണോ എന്ന് ചോദിക്കുന്ന പല ആളുകളെയും ഞാൻ എന്റെ യാത്രയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അറിയണം, ഒരു ഭാഗത്ത് നിലവിളിയുണ്ട്. ആ നിലവിളി പരാധീനതയുടേതല്ല, ആ നിലവിളി ധീരരോധനമല്ല, ആ നിലവിളി നിസ്സഹായതയല്ല, ആ നിലവിളി വേദനപ്പെട്ടല്ല. ആ നിലവിളിക്കപ്പെടുമ്പോഴും അതിന്റെ മറുപ്രത്യാശ എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ. ലോകം നോക്കുമ്പോൾ അവൻ ഉറക്ക നിലവിളിച്ചെന്ന് പറയാം, പക്ഷെ ക്രൂശിൽ ഉറക്ക നിലവിളിക്കുന്നത് നമുക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ ഇതിന്റെ ആത്മീയ വെളിപ്പാട് പുതിയ നിയമത്തിന്റെ ലേഖനാനന്തര ഭാഷാനന്തരത്തിൽ കൂടി ഞാൻ പറയട്ടെ. മറുഭാഗത്ത് നിലവിളിയുടെ ശബ്ദം നിങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ ഞങ്ങൾ കൊലോസ് ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തെ ഉറക്കെ പ്രഖ്യാപിക്കും, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് ക്രൂശിൽ അവരെ പരസ്യമായി കാഴ്ചയാക്കി എന്നാണ്. ഇവിടെ നിലവിളിയാണെങ്കിൽ മറുപുറത്തൊരു ജയോത്സവമുണ്ട്. അത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ കൊണ്ടാടിയ ജയത്തിന്റെ ഘോഷമാണ്. അങ്ങനെയെങ്കിൽ ഈ മണ്ണിൽ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ആ ജയഭേരിയുടെ മുഴക്കമാണ്. ഭൂകമ്പങ്ങളുടെ മുഴക്കങ്ങൾ ആളുകളിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ട്. പ്രളയത്തിന്റെ ശബ്ദങ്ങൾ ആളുകളിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എന്റെ യേശുനാഥന്റെ ജയോത്സവത്തിന്റെ ശബ്ദം ഏതൊക്കെ മണ്ണിൽ അങ്ങ് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവിടെ ഭാവികളെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്, രോഗികൾക്ക് സൗഖ്യം പകർന്നിട്ടുണ്ട്, ഭൂതബാധിതർക്ക് ഭൂതം വിട്ടൊഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ശബ്ദം ശ്രദ്ധിക്കുമ്പോൾ ഈ നാട്ടിൽ ആ ജയോത്സവത്തിന്റെ ജയഭേരി ഈ മണ്ണിൽ ഉയർത്തുമ്പോൾ അതിന് പിന്നിൽ പോരാടുന്ന ഏത് ശക്തികളും ഇന്ന് രാത്രി ഇവിടെ അടിമതമാണ്, ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പറയട്ടെ, ആ യേശുവിന്റെ മരണം ഒരു അപൂർവമായ മരണമായിരുന്നു. അന്ന് മാത്രമല്ല, അവന്റെ ഉയർപ്പ് ഒരു അപൂർവമായ ഉയർപ്പായിരുന്നു. അപ്പോൾ ആളുകൾ ചോദിക്കും, ഇവിടെ ഒത്തിരി പേര് ഉയർത്തിട്ടില്ലേ? അങ്ങ് ബഥാനിയിലെ ലാസർ ഉയർത്തിട്ടില്ലേ? നയീം പട്ടണത്തിലെ വിധവയുടെ ഏകജാതനായ മകൻ ഉയർത്തിട്ടില്ലേ? യായിറോസ് എന്ന പള്ളിപ്രമാണിയുടെ മകൻ ഉയർത്തിട്ടില്ലേ? പിന്നെ യേശുവിന്റെ ഉയർപ്പിന് എന്താണ് പ്രത്യേകത? ആ ഉയർത്തവരെല്ലാം വീണ്ടും മരിച്ചിട്ടുണ്ട് കേട്ടോ. ബഥാനിയിലെ ലാസർ പിന്നീട് വീണ്ടും മരിച്ചു. നയീം പട്ടണത്തിലെ വിധവയുടെ ഏകജാതനായ മകൻ വീണ്ടും മരിക്കുകയുണ്ടായി. എന്തിനേറെ പറയുന്നു, യായിറോസ് എന്ന പള്ളിപ്രമാണിയുടെ മകൻ വീണ്ടും മരിക്കുകയുണ്ടായി. പക്ഷെ എന്റെ യേശു വീണ്ടും
മരിച്ചിട്ടില്ല. അവൻ ഒരിക്കൽ ഉയർത്തു. ഇന്നും പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് എബ്രായർ 4:16 പറയുകയാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയം സഹായത്തുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിൽ വരിക എന്ന് അവൻ കൃപാസനത്തിൽ ഇന്നും ജീവനോട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന അവന്റെ ഉയർപ്പ് ഒരപൂർവമായ ഉയർപ്പായിരുന്നു. എന്റെ സഹോദരങ്ങളെ, ആ ഉയർപ്പ് മാത്രമാണോ അവന്റെ ഈ 4 വിധ കാര്യങ്ങളിൽ അവൻ അപൂർവ കാര്യം ചെയ്തെങ്കിൽ, കാലവെളി താമസിക്കുന്നതിന് മുമ്പേ ഈ വിധ കാര്യങ്ങൾ ഉറപ്പായിരുന്നുവെങ്കിൽ, കാലതാമസം എന്ന ഈ മേഘപാളികളെ പിളർന്നുകൊണ്ട് അവൻ പുനരാഗമിക്കുന്ന നസ്രായനോട് ഒരുമിച്ച് സമാഗമിക്കപ്പെടണമെങ്കിൽ ഇന്ന് രാത്രി ഈ ശബ്ദത്തിന് മുമ്പ് നിങ്ങൾ മുട്ടുമടക്കണം. യേശുവിനെ ഉള്ളം കൊണ്ട് സ്വീകരിച്ച് ഇന്ന് രാത്രിയിലാണ് അവന്റെ വരവെങ്കിൽ ആ വരവെങ്കിൽ ഒരുമിച്ച് സമാഗമിക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഈ സന്ദേശം ഇവിടെ ഉരുത്തിരിയുന്നത്. എന്റെ സഹോദരങ്ങളെ, അവൻ അപൂർവ കാര്യം ചെയ്യാൻ ശക്തനായ ദൈവമാണ്. ഞാൻ കമ്പിവാചകം പോലെ അത്രയും പറഞ്ഞു വിട്ടെന്നേയുള്ളൂ. വിശദീകരണത്തിലേക്ക് ഈ ഘട്ടം പോകുന്നില്ല. എന്റെ വചനഭാഗത്തിന്റെ പ്രധാന പ്രസക്തമായ സുതാര്യമായ ചില സന്ദർഭങ്ങളിലേക്ക് എനിക്ക് പറയണം. അത് അനിവാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 26-ാം വാക്യമാണ് നാം വായിച്ചത്. 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഒരു അനുഗ്രഹീതമായ ചരിത്ര സംഭവമാണ്. പക്ഷപാതക്കാരൻ എന്ന ഒരു മനുഷ്യൻ. ആർക്കാണ് പക്ഷപാതക്കാരെ അറിയാത്തത്? ഈ നാട്ടിലും ഒട്ടനവധി പക്ഷപാതക്കാരുണ്ട്. കേരളത്തിൽ 38,863 ചതുരശ്ര വിസ്തൃതി കിലോമീറ്റർ കൊള്ളുന്ന ഈ മഹത്തായ കേരളമെന്ന ഈ മണ്ണ് ഏറെ ഗംഭീരമാണ് ഈ നാട്. എങ്കിൽ തന്നെയും ഈ നാട്ടിൽ ഒട്ടനവധി പക്ഷപാതക്കാരെ കണ്ടെത്താൻ കഴിയും. എന്താണ് പക്ഷപാതക്കാരന്റെ പ്രത്യേകത? പരസഹായം ആവശ്യമാണ്. ആരുടെയെങ്കിലും ഒക്കെ സഹായം ആവശ്യമാണ്. ഒറ്റയ്ക്ക് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ നടക്കാൻ പറ്റില്ല. കൈയുണ്ടെങ്കിലും കൈ ചലിപ്പിക്കാൻ പറ്റില്ല, കാലുണ്ടെങ്കിലും നടക്കാൻ പറ്റില്ല, വായുണ്ടെങ്കിലും വേണ്ട വിധം സംസാരിക്കാൻ പറ്റില്ല. ശരീരമാസകലം തളർന്ന ഒരു വ്യക്തിയാണ് പക്ഷപാതക്കാരൻ എന്ന് പറഞ്ഞ് ആ പക്ഷപാതക്കാരനെ രക്ഷയ്ക്ക് വേണ്ടി പലയിടങ്ങളിൽ കൊണ്ടുപോയിട്ടും രക്ഷപ്പെടാത്തൊരു കാലം. ഈ കാലത്തിങ്കിൽ ഒരു കൂട്ടം ശിഷ്യന്മാർ 3-4 പേരടങ്ങുന്ന 4 സംഘങ്ങൾ അവരെ ഈ പക്ഷപാതക്കാരനെ തോളിൽ ചുമന്നുകൊണ്ട് യേശുവുള്ള വീട്ടിലേക്ക് നടന്നെടുക്കുകയാണ്. പുരുഷാരം ഹേതുവായി അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ജനനിബിഡമായ ആ സന്ദർഭങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. യേശുവിനെ കണ്ടെത്താൻ പലപ്പോഴും പുരുഷാരങ്ങൾ തടസ്സമാണ്. ചില ആളുകളാണ് യേശുവിനെ കാണാൻ തടസ്സം. എന്ന് വെച്ചാൽ സക്കായി എന്ന മനുഷ്യനെ പറ്റി പറയാറുണ്ട്. യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. നീളത്തിൽ കുറിയവനാണ്. നീളത്തിന്റെ കുറവല്ല യേശുവിനെ കാണാൻ തനിക്ക് കഴിയാതെ പോയത്, പുരുഷാരത്തിന്റെ വലിയ നിരയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ നീളവും വണ്ണവും വീതി ഇങ്ങനെ മറ്റിത്യാദി കാര്യങ്ങളല്ല യേശുവിനെ കാണാൻ പറ്റാത്തത്. ചില പുരുഷാരങ്ങളാണ്. ചില പുരുഷാരങ്ങളും ചില ആളുകളാണെങ്കിൽ ഈ 4 ആളുകളെ മാറ്റിവെച്ചിട്ട് യേശുവിനെ കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം നിന്റെ അകത്തിൽ ഉദിക്കണം കേട്ടോ. നിനക്ക് പുരുഷാരം തടസ്സമായിരിക്കുക, പള്ളിവേടകൾ തടസ്സമായിരിക്കുക, മറ്റിത്യാദി കാര്യങ്ങൾ നിനക്ക് തടസ്സമായിരിക്കുക. യേശുവിനെ കാണാൻ ഒരു തടസ്സമില്ല. ഇന്ന് രാത്രി നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ അവനെ നിനക്ക് നേരിൽ കാണാൻ കേട്ടോ. ഉള്ളം കണ്ടുകൊണ്ട് കാണാൻ ദൈവത്തിന്റെ പ്രതിരൂപമാകുന്ന ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുക. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ്, ജാതികളുടെ മനസ്സ് കുരുട്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ആ മനസ്സിനെ കുരുട്ടാക്കുന്ന ഈ ലോകത്തിന്റെ ദൈവങ്ങൾ നിനക്ക് തടസ്സമാകരുത്. ഈ കാണുന്നവരൊക്കെ ഈ ലോകത്തിന്റെ ദൈവമാണ്. പക്ഷെ ഞങ്ങൾ ഇന്നിവിടെ പ്രഖ്യാപിക്കുന്ന ദൈവം ഈ ലോകത്തിന്റെ ദൈവം മാത്രമല്ല, വരുവാനുള്ള ലോകത്തിന്റെയും കൂടി ദൈവമാണ്. ആ നസറായനെ ഉയർത്തുകയാണ്. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ യേശുവുള്ള വീട്ടിലേക്ക് വന്നപ്പോൾ പുരുഷാരം ഹേതുവായി കഴിയുന്നില്ല. അപ്പോൾ അവർ ഒരു ആസൂത്രണ പദ്ധതി തുടക്കം കുറിക്കുകയാണ്. ഒരു ഓട്ടപ്രദക്ഷിണമായ നടപടിയാണ്, ദ്രുതഗതിയിലുള്ള നടപടിയാണ്. ആ നടപടി അവർ പുറമുകളിൽ കയറണം, ഓട് നീക്കിയ അനന്തരം ഈ പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കണം. അങ്ങനെ കൊണ്ടെത്തിച്ചനന്തരം ഈ പക്ഷപാതക്കാരനെ യേശു സൗഖ്യം നൽകുകയാണ്. ഈ സൗഖ്യം കണ്ടനന്തരം ശിഷ്യന്മാർ കുറിക്കൊള്ളുന്ന ഒരു പദപ്രയോഗമാണ് ഈ വേദസൂത്രം അടയാളപ്പെടുന്നത്. എല്ലാവരും വിസ്മയമുണ്ട്. എന്തെങ്കിൽ പക്ഷപാതക്കാരന്റെ സൗഖ്യത്തെങ്കിൽ എല്ലാവരും വിസ്മയമുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്ന് നാം അപൂർവ കാര്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി പ്രിയരെ, ആ 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുയേശുവിന്റെ 3 മഹാത്മ്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെ മഹാത്മ്യങ്ങളാണ് പറയുന്നത്? ഈ 5-ാം അധ്യായം 20-ാം
വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്, അവരുടെ വിശ്വാസം കണ്ടിട്ട് മനുഷ്യ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് വെച്ചാൽ പാപമോചകനാകുന്ന യേശു ക്രിസ്തുവിന്റെ ഒന്നാം മഹാത്മ്യം, അവൻ പാപമോചകനാണ്. 5-ാം 22-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ അവരുടെ ചിന്തകൾ അറിഞ്ഞിട്ട് നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? യേശു ചിന്തകൾ അറിയുന്നവനാണ്. 3 അവൻ അപൂർവ കാര്യം ചെയ്യുന്നവനാണ്. 5-ന്റെ 17 മുതൽ 26 വരെയുള്ള പരിമിതമായ വാക്യങ്ങളിൽ എന്റെ നസറേയനായ യേശുവിന്റെ 3 മഹാത്മ്യങ്ങൾ കുറിക്കൊള്ളുന്നു. ഒന്നവൻ പാപമോചകനാണ്, രണ്ടവൻ ചിന്തകൾ അറിയുന്നവനാണ്, 3 അവൻ അപൂർവ കാര്യങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ ഈ പൂങ്കാവിന്റെ പരിസര പ്രദേശത്തിൽ എത്തുന്ന സോദരങ്ങളെ പാപമോചകൻ ഒരുവൻ മാത്രം, അവന്റെ യേശുനാഥൻ മാത്രമാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ ഞങ്ങളിൽ ചെയ്ത ഒന്നാമത്തെ അപൂർവ കാര്യം എന്നുള്ളത് ഞങ്ങൾക്ക് വീട് കിട്ടിയതല്ല, വണ്ടി കിട്ടിയതല്ല, വസ്തുക്കൾ കിട്ടിയതല്ല, എന്റെ പാപം മോചിപ്പിച്ചു എന്നതാണ് അവൻ ഞങ്ങളിൽ ചെയ്ത ഒന്നാമത്തെ അപൂർവ കാര്യമെങ്കിൽ ഇന്ന് രാത്രിയിലും അവൻ നിങ്ങളുടെ മേൽ അപൂർവ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിന്നെ അലട്ടുന്ന പാപത്തിന്റെ പങ്കുടഭാസങ്ങൾ മലീനസതകൾ പോറ്റിക്കഴിഞ്ഞ് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒറ്റയിടമേയുള്ളത് ക്രൂശിന്റെ രൂപത്തിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമുണ്ട്, വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുപ്പും പാപമോചനവും കിട്ടണമെങ്കിൽ ഈ ലോകത്തിന് ഒറ്റ രക്തത്തിനെ പറ്റൂ, അത് നസറേയനായ യേശു ക്രൂശിൽ ഒരുക്കിയ രക്തത്താലാണ്. അപ്പോൾ ആളുകൾ പറയാറുണ്ട്, യേശു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയില്ലേ, ക്രൂശിൽ യേശു രക്തം ചീന്തിയ അനന്തരം മരിച്ച് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് പോയില്ലേ, ഇന്നും ആ രക്തത്തിന് എന്താ പ്രസക്തി എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. എനിക്ക് ആ പ്രസക്തിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ഇങ്ങനെയാണ്, യേശു ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സത്യസന്ധമായ കാര്യമാണ്. പക്ഷേ ഇന്നും ആ ക്രൂശിൽ നമുക്ക് യേശുവിനെ കാണാം വിശ്വസിക്കുന്നവർക്ക്. കാരണമെന്നറിയണ്ടേ, റോമലേഖനം 3-ാം 25-ാം വാക്യത്തിൽ പറയുകയാണ്, അവരിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം നൽകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ്. പ്രസന്റ് ടെൻസ് ആണ്, വർത്തമാനകാല സന്ദേശമാണ്. നിർത്തി എന്നല്ല, നിർത്തുന്നു എന്നല്ല, നിർത്തിയിരിക്കുന്നു എന്ന്. ഇന്നും പാപമോചനത്തിന് വേണ്ടി അവനെ ക്രൂശിൽ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ക്രൂശിന്റെ ചൂട്ടിലേക്ക് വരണം കേട്ടോ. പാപമോചനം യേശുവിലാണ്. അപ്പോൾ ചില ആളുകൾ ഈ യാത്രകളിൽ ചോദിക്കാറുണ്ട്, സഹോദരങ്ങളെ, ഈ ചില ആളുകൾ ഞങ്ങളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. അവർ പറയാറുണ്ട്, ഞങ്ങൾ എങ്ങനെ പാപിയാകും? ജനിച്ച നാൾ മുതൽ ഇന്ന് പറയും, ജന്മം നൽകിയ പിതാവിന്റെയും ഒന്ന് പ്രസവിച്ച മാതാവിന്റെയും കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് ഞാൻ കാരണം വീണിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ പാപിയാകും? ഒരു കൊലപാതകം ചെയ്തിട്ടില്ല, ഒരു മോഷണം ചെയ്തിട്ടില്ല, നാട്ടിലൊരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല, നാട്ടിൽ ഒരു അരക്ഷിതാവസ്ഥയും എന്റെ ഒരു വാക്കുകൊണ്ട് പോലും ഉളവാക്കപ്പെട്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ പാപിയാകും? സഹോദരങ്ങളെ, നീ മനുഷ്യനാണോ, നീ പാപിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ആളുകൾ പറയും, പാസ്റ്റർ ഇങ്ങനെ പൊട്ടത്തരം പറയരുത്. പൊട്ടത്തരമല്ല, ഒരൊറ്റ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഈ പൂങ്കാവിന്റെ ഈ നാട്ടിൽ ഒരു 5 മൂർഖം പാമ്പുണ്ടെന്നിരിക്കട്ടെ, വിഷമുള്ളതാണല്ലോ മൂർഖം പാമ്പ്, 5 മൂർഖം പാമ്പുണ്ടെന്നിരിക്കട്ടെ, ഉദാഹരണമാണ്, ദൃഷ്ടാന്തമാണ്, ഭാവനയാണ്, ഒരു സങ്കല്പമാണ്. എന്ന് വെച്ചാൽ കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓടേണ്ട കാര്യമില്ല. ഒരു ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നേ ഉള്ളൂ. 5 മൂർഖം പാമ്പുണ്ട്, 4 ആളുകളെ കടിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, അതിന്റെ വിഷം വമിച്ചിട്ട് പലരും മരണത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ട്, പലരും അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. 4 കടിച്ചിട്ടുള്ളൂ, 1 ഇന്ന് വരെ ആരെയും കടിച്ചിട്ടുമില്ല, ഉപദ്രവിച്ചിട്ടുമില്ല. എങ്കിൽ പോലും ചവിട്ടി നോക്ക് കിട്ടും ഉപദ്രവം. എന്ന് വെച്ചാൽ 5 4 കടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടുള്ളൂ, 1 ആരും വരെ ഉപദ്രവിക്കാതെ പമ്മി കിടക്കുകയാണ്. അതുകൊണ്ട് ഒരു നേരമെങ്കിലും അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളി വേണ്ട, നിങ്ങൾ ചപ്പാത്തിയും കുപ്പൂസും കഴിക്കുന്നെങ്കിൽ ഞാൻ മലയാളി വരുന്നില്ല. നിങ്ങൾ ഒരു നേരമെങ്കിലും തലയിൽ എണ്ണ തേച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മലയാളിയും പറയില്ല കടിക്കാത്ത പാമ്പിന് വിഷമില്ല എന്ന്. പാമ്പാടിയെങ്കിൽ പാമ്പിന്റെ ഉള്ളിൽ വിഷമുള്ളതുപോലെ മനുഷ്യനായി പിറന്ന എല്ലാവരുടെ ഉള്ളിൽ നീ കുറ്റം ചെയ്താലും ഇല്ലെങ്കിലും നിന്റെ ഉള്ളിൽ പാപമുണ്ട്, അത് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ആ പാപത്തിന്റെ പരിഹാരം ഒരിടത്ത് മാത്രമാണ്, അത് ക്രൂശിൽ മാത്രമാണ്. എന്റെ സഹോദരങ്ങളെ, പ്രകൃതിയിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പരിമിതമായ സമയം കൂടി നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടാകണം. അത് കുഴപ്പമില്ല, നമുക്ക് ഈ സുവിശേഷത്തിന്റെ ഈ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് ശാന്തമായി അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അപ്പോൾ പാപത്തിന് അടിമത്തപ്പെട്ട മനുഷ്യൻ, പാപത്തിന്റെ ഭംഗുരഭാസങ്ങളിൽ അകപ്പെട്ട മനുഷ്യനെ രക്ഷയ്ക്ക് നിദാനമായ മാർഗം, ആ
അത് ക്രൂശിൽ മാത്രമാണ്. എന്റെ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ആ രക്ഷണീയമായ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ വിരൽ ചൂണ്ടുകയാണ് കേട്ടോ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആ ശുദ്ധീകരിക്കുന്ന രക്തം ആണെങ്കിൽ ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നാം വരണം കേട്ടോ. ആ കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. ഓക്കെ, പ്രകൃതിയുടെ ചില പ്രശ്നങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്പനേരം കൂടി നമുക്ക് ഈ സന്ദേശത്തിന് കാതോർക്കാമല്ലോ. ഓക്കെ, കർത്താവ് നല്ലതിനായി എല്ലാം ചെയ്യും. അവൻ സകലവും ആദതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവമാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്, അവൻ സകലവും ആദതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യും എന്ന് വെച്ചാൽ അവിടെ 3-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കുമ്പോൾ 10 വരെയുള്ള വാക്യങ്ങളിൽ 28 കാലങ്ങളെ പറ്റി പറയുന്നുണ്ട്. 28 കാലങ്ങളെ പറ്റി. ആ 28 കാലങ്ങളെ പറ്റി പറയുമ്പോൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, ദുഃഖിക്കാനൊരു കാലം, സന്തോഷിക്കാനൊരു കാലം, ചിരിക്കാനൊരു കാലം, സന്തോഷിക്കാനൊരു കാലം, ഇങ്ങനെ വിവിധ കാലങ്ങളെ പറ്റി പറയുന്നുണ്ട്. 28 കാലങ്ങളെ പറ്റി അവിടെ എണ്ണി പറയുന്നുണ്ട്. അത് 28 ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ഈ കാലങ്ങളുടെയൊക്കെ നടുവിൽ ഒടുക്കം പറയുകയാണ്, അവൻ സകലവും ആദതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തയുമാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, കർത്താവ് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ഭംഗിയായിട്ട് ചെയ്യുകയുള്ളൂ. ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു അഭംഗി എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. നല്ലൊരു വീട് പണിയുകയാണെന്ന് ഇരിക്കട്ടെ, നല്ലൊരു സിവിൽ എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് വീട് പണിയാൻ തുടങ്ങുകയാണ്. വീട് പണിതനന്തരം വീടിന്റെ അങ്ങ് ഭവന സമർപ്പണ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പണം കൊടുത്ത് നല്ലൊരു എഞ്ചിനീയർ വരച്ച നല്ലൊരു വീടാണ്. പക്ഷേ എങ്കിലും ഈ വീടിന്റെ പ്രതിഷ്ഠയ്ക്ക് വരുന്ന എന്ന് വെച്ചാൽ വീടിന്റെ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകൾ പലപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്, വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവർ പോകുക മാത്രമല്ലല്ലോ. മലയാളികളല്ല, അഭിപ്രായം പറയാൻ സാധ്യത ഏറെയാണ്. ഹാളിൽ വന്നിട്ട് കണ്ടിട്ട് പറയും, ഹാളിൽ ഇച്ചിരി കൂടി നീളം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇവന്റെ പണം മുടക്കിയല്ല ഹാള് പണിതെന്ന് മറ്റൊരു സത്യമാണ്. റൂമിൽ കണ്ടിട്ട് ഈ 8x10 അടിക്കാണ് പണിത്, അല്ല 10x10 നല്ലതായിരുന്നു, വായിക്കോട്ടെ. പക്ഷേ ഈ വാതിൽ ഇവിടെ വേണ്ടായിരുന്നു, അപ്പുറത്ത് വേണ്ടായിരുന്നു, അഭിപ്രായം പലത് പറയാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു വാഹനം മേടിച്ച് ബൈക്ക് മേടിച്ചാൽ പറയും, ഈ ബൈക്കിനെ കാട്ടിൽ മറ്റേ ബൈക്കായിരുന്നു ഇച്ചിരി കൂടി നല്ലത്. ഒരു കാർ മേടിച്ചാലും പറയും, ഇതിന്റെ കാട്ടിൽ പാസ് ഇതിച്ചിരിയുടെ പാസ് ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ കാർ എന്ത് ചെയ്യായിരുന്നു? ഭാഗ്യക്കായിരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും മറ്റാളുകൾക്ക് എന്തെങ്കിലുമൊക്കെ അഭംഗി എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും, അത് ഉറപ്പാണ്. പക്ഷെ എന്റെ യേശു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു അഭംഗിയും പറയാൻ കഴിയിട്ടില്ല. അവൻ വല്ലവും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗിയായിട്ടാണ്. ആ നസ്രായനെ ഒന്ന് ഉയർത്തിക്കൊള്ളട്ടെ. പ്രകൃതിയിലെ ദോഷം കൊണ്ടാണ് ഞങ്ങൾക്കത് വിഷയമില്ല. ഞങ്ങൾ സദൈവം ഞങ്ങളുടെ യേശുവിനെ പ്രസ്താവിക്കും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് വരികയാണ്. ഒന്നവൻ പാപമോചകനാണ്, 2 അവൻ ചിന്തകൾ അറിയുന്ന ദൈവമാണ്. സഹോദരങ്ങളെ, ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ തൊട്ടുതുറന്ന് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി ഈ ശബ്ദങ്ങളൊക്കെ ക്രമീകരിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അത് പള്ളിക്കകത്തോ വീടിനുള്ളിലോ ഒക്കെ പ്രസംഗിച്ച പോലെ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. എന്റെ സഹോദരങ്ങളെ, ഞങ്ങൾക്ക് വീട്ടിൽ പറയാമായിരുന്നു, പക്ഷെ വീട്ടിൽ പറയാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ബൈബിളിൽ ഒരു പ്രസക്തമായ വാക്യമാണ്. അതിങ്ങനെയാണ്, ഞാൻ മുമ്പ് ചിരിച്ച വാക്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് അവർ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം നൽകേണ്ടത് ദൈവം അവനെ പരസ്യമായി നിർത്തി. ഞങ്ങൾക്ക് വേണ്ടി പരസ്യമായി തകരപ്പെട്ടവരെ ഞങ്ങൾ പരസ്യമായിട്ടല്ല, പിന്നെ എങ്ങനെ ഉയർത്താൻ പറ്റുമോ? പരസ്യമായി തകരപ്പെട്ടവരെ ഞങ്ങൾ ഒളിവിടങ്ങളിലല്ല, പരസ്യമായി ഞങ്ങൾ തകരപ്പെടേണ്ടി വന്നാലും അവനെ ഞങ്ങൾ പരസ്യമായി ഉയർത്തും. അപ്പോൾ അവൻ പാപമോചകനാണ്. അപ്പൊ പാപം മോചിപ്പിക്കാൻ ആർക്കാണ് കഴിയില്ല. പാപം മോചിപ്പിക്കണമെങ്കിൽ 3 കാര്യങ്ങളിൽ പ്രാർത്ഥന പറ്റുകയുള്ളൂ. ഗലാത്യന്റെ ലേഖനം, സമയത്തിന്റെ പരിമിതി ഞാൻ വായിപ്പിക്കുന്നില്ല, ഞാനങ്ങ് പറഞ്ഞുകൂടാ. ഗലാത്യന്റെ ലേഖനം 1-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ 3 പ്രസക്തമായ ചിന്തകൾ പറയുന്നുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവൻ. 2, നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ. 3, കൃപയും സമാധാനവും പകരുന്നവൻ. ഈ 3 വിധ കാര്യങ്ങളിൽ യോഗ്യതയുള്ള ഒരാൾക്ക് മാത്രമേ പാപത്തെ മോചിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ, അപ്പോൾ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുതൽ നൽകാൻ കഴിയണം. ഇവിടെ ആർക്ക് കഴിയും? ദുഷ്ടലോകത്തിൽ നിന്ന് വിടുതൽ നൽകാൻ കഴിയുന്നത് ആർക്കും പറ്റില്ല. ഈ മണ്ണിൽ പിറന്നു വീണവർക്കൊക്കെ ഈ ലോകത്തിൽ ഒരു വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയേക്കാം. അല്ലെങ്കിൽ ചില ഘട്ടങ്ങൾ
രക്ഷപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ദുഷ്ടലോകത്തൊന്ന് രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. ഒരു കിണറ്റിൽ വീണൊരാളെ രക്ഷിക്കാൻ ഫയർഫോഴ്സുകാർക്കും മറ്റിത്തര സുരക്ഷാ ഭടന്മാർക്കും ഒക്കെ കഴിഞ്ഞേക്ക്. ഒരു രാജ്യത്തെ ചില ഘട്ടങ്ങളിൽ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞേക്ക്. പക്ഷേ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിപ്പാൻ എന്റെ യേശുനാഥന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇത് ദുഷ്ടലോകമാണോ? ഇത് ദുഷ്ടലോകമാണോ? തീർച്ചയായിട്ടും ഇത് ദുഷ്ടലോകമാണ്. യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുകയാണ്, ഭൂമി ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ ദുഷ്ടന്റെ കയ്യിൽ ഭൂമി ഏൽപ്പിച്ചത് കൊണ്ട് ഇത് ദുഷ്ടലോകമാണ് കേട്ടോ, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ആളുകൾ പറയും, അല്ലല്ല പാസ്റ്റർ, ഇത് നല്ല ലോകമാണ്. എങ്കിൽ 1-2 ഉദാഹരണങ്ങൾ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന് ഞാൻ പറയാം. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ 100,000 കോടി സ്വപ്നങ്ങൾ മനസ്സിന്റെ ഉൾത്തടത്തിൽ ഒതുക്കി വെച്ച് ജീവിച്ച് വിവാഹം അടക്കമുള്ള സ്വപ്നങ്ങൾ, വിവാഹാനന്തര സ്വപ്നങ്ങൾ ഉള്ളിലൊതുക്കി ജീവിച്ചിരുന്ന് സൗമ്യ എന്ന പെൺകുട്ടിയെ ആ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ ട്രാക്കിൽ പിച്ച് ചിന്തിയ നരാത്തവരാകുന്ന ഒറ്റക്കയ്യൻ ഗോവിന്ദചാമിയെ പോലെയുള്ള ആളുകൾ വാഴുന്ന ഈ നാടിനെ കണ്ടിട്ട് തലയ്ക്ക് ബോധമുള്ള ഒരാളും പറയില്ല ഇത് നല്ല ലോകമാണെന്ന്. ഇത് ദുഷ്ടലോകമാണ് കേട്ടോ. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. സൂര്യന്മാർ അഴകുമാകുന്ന കാലം. 6 വയസ്സുകാരിക്കും 60 വയസ്സുകാരിക്കും നമ്മുടെ 6 വരി പാതയിൽ കൂടി സഞ്ചരിക്കാൻ പറ്റാത്ത കാലം. 4 വയസ്സുകാരിക്കും 40 വയസ്സുകാരിക്കും നമ്മുടെ 4 മണിക്കാട്ടിൽ 4 വരി പാതയിൽ കൂടി സഞ്ചരിക്കാൻ കഴിയാത്ത കാലം. ഞാനൊരു 2 മാസം മുമ്പ് മാവേലിക്കയിൽ ഒരു പ്രസംഗം കഴിഞ്ഞുണ്ട്. ഒരാൾ വന്നിട്ട് ചോദിച്ചു, സാക്ഷര കേരളം, സുന്ദര കേരളം, സമഗ്ര കേരളം, പച്ചയാമ്പിരിപ്പെട്ട് സഹിലി തലവച്ചു, സച്ചാപ്തമം മണൽത്തിട്ടം ഭാഗോപദാനം കൊണ്ടു, പള്ളി കൊണ്ടിടുന്ന പാർശ്വയമ്പത്തെ കാത്തുകൊള്ളിടുന്നു കുമാരിയും ഗോതർണീശ്വരം അമ്മ എന്നൊക്കെ കവിവരന്മാർ പാടിയ ഈ മഹത്തായ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ പറയുകയാണ് 6 വയസ്സുകാരിക്കും 60 വയസ്സുകാരിക്കും ഈ 6 വരിപ്പാതയിൽ കൂടി സഞ്ചരിക്കാൻ പറ്റുന്നത് വിഡ്ഢിത്തമല്ല എന്നൊരാൾ ചോദിച്ചു. സഹോദരൻ, അത് വിഡ്ഢിത്തമല്ല. കഴിഞ്ഞ മാസത്തിൽ, കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കണ്ടില്ലേ, അബിഗേൽ എന്നൊരു 6 വയസ്സിയായ ഒരു കൊച്ചു പെൺകുട്ടിയെ അങ്ങ് കുറച്ചുപേർ അങ്ങ് തട്ടിക്കൊണ്ടുപോയ ആ സംഭവം. അതൊരു കഥയല്ല, ഐതിഹ്യമല്ല, ചരിത്രമാണ്. കഴിഞ്ഞ ദിവസം കണ്ട വാർത്തയാണ്. അപ്പോൾ 6 വയസ്സുകാരിക്കും പട്ടാപ്പകൽ 6 മണിക്കല്ല, പട്ടാപ്പകൽ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത വല്ല കാലമാണ് ഈ കാലത്തെ കണ്ടിട്ട്. ഇത് ദുഷ്ടലോകമാണ്. ദുഷ്ടലോകത്തിലുള്ള വിടുതൽ യേശുവിങ്കൽ മാത്രമാണ്. ഇന്ന് ആത്മഹത്യ പ്രവണതകൾ കൂടുന്നൊരു കാലമാണ്. എന്തിനും ഏതിനും വിവാഹം തകരപ്പെടുമ്പോൾ, സ്വപ്നങ്ങൾ തകരപ്പെടുമ്പോൾ, സമാധാനം നഷ്ടപ്പെടുമ്പോൾ ആത്മഹത്യ ചെയ്യും. പലവിധ ആത്മഹത്യ കുറിപ്പുകളിലും ആത്മഹത്യ ചെയ്യുന്നത് പാവപ്പെട്ടവൻ മാത്രമല്ല, ഉന്നതന്മാർ ആത്മഹത്യ ചെയ്യുന്നു. വിദ്യാസമ്പന്നർ, ജ്ഞാനികൾ, വിവേകമുള്ളവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു. അവരിങ്ങനെ ആത്മഹത്യയെ കുറിപ്പെടുത്താറുണ്ട്, ഈ ലോകത്തെ ഞങ്ങൾ മടുത്തു എന്ന്. കാരണം ഇത് ദുഷ്ടലോകമായതുകൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്തെ മടുക്കുന്നത്. ദുഷ്ടലോകത്തിൽ നിന്നുള്ള വിടുതൽ, ആത്മഹത്യ കൊണ്ട് ദുഷ്ടലോകത്തിൽ നിന്ന് വിടുതൽ കിട്ടുകയില്ല. അത് നിത്യനരകത്തിലേക്കുള്ളൊരു കവാടം തുറക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ ആത്മഹത്യ എന്നുള്ളത് ഈ ലോകത്തു നിന്നുള്ള വിടുതലല്ല കേട്ട സഹോദരങ്ങളെ. ആ വിടുതൽ യേശുവിങ്കൽ മാത്രമേ നടക്കുകയുള്ളൂ. എന്റെ പ്രിയരെ, ദുഷ്ടലോകത്ത് നിന്ന് വിടുവിക്കണമെങ്കിൽ എല്ലാവർക്കും പറ്റില്ല. ജനിപ്പിക്കപ്പെട്ടവർക്ക് പറ്റില്ല. ജനിച്ചവരും മാത്രമേ ദുഷ്ടലോകത്തിൽ നിന്ന് ചെയ്യാൻ പറ്റൂ. നമ്മെ വിടുവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പാസ്റ്റർ, ഒരു സംശയം ഞങ്ങളുടെ മുമ്പിൽ ഇടല്ലേ? സമയം ഇങ്ങനെ വേഗത്തിൽ പോകുകയാണ്. ഞാനങ്ങ് വേഗത്തിൽ പറഞ്ഞു വിടുകയാണ്. ഞാൻ വായിപ്പിച്ച് സമയം കളയുന്നില്ല. എന്ന് വെച്ചാൽ ദുഷ്ടലോകത്തിന് വിടുവിക്കണമെങ്കിൽ ഒരാൾക്കേ പറ്റുകയുള്ളൂ, ജനിച്ചവന് മാത്രമേ പറ്റൂ. അപ്പൊ ചില ആളുകൾ, ഞങ്ങളൊക്കെ ജനിച്ചതല്ല, നിങ്ങൾ ജനിച്ചതല്ല, ജനിപ്പിക്കപ്പെട്ടതാണ്. അതാണ് അതിന്റെ സത്യമായ കാര്യം എന്നുള്ളത്. അപ്പൊ പിന്നെ യേശു മാത്രമേ ജനിച്ചിട്ടുള്ളൂ ഒരു സംശയമില്ലേ? മത്തായി സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ നീണ്ട വംശാവലിയാണ്. ആ വംശാവലി ഇങ്ങനെ തുടങ്ങുന്നു: അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു, യഹൂദ താമാറിൽ ഫാരസിനെ ജനിപ്പിച്ചു, ഫാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു, ആരാം അമ്മീനാദാമിനെ ജനിപ്പിച്ചു. ശ്രദ്ധിക്കണം, പദം ജനിപ്പിച്ചു എന്നാണ്. അമ്മീനാദാം നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു, ശൽമോൻ രാഹാബിൽ ബോവസിനെ എന്ത് ചെയ്തു? ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഈശായിയെ ജനിപ്പിച്ചു, ഈശായി ദാവീദിനെ ജനിപ്പിച്ചു, ദാവീദ് ഊരിയാബിന്റെ ഭാര്യയായിരുന്നവൾ ശലോമോനെ ജനിപ്പിച്ചു, ശലോമോൻ രഹബിയാബിനെ ജനിപ്പിച്ചു,
രഹബിയാം ആബിയാവെ ജനിപ്പിച്ചു, അബിയാവ് ആസായെ ജനിപ്പിച്ചു, ആസ യോശഫാത്തിനെ ജനിപ്പിച്ചു, യോശഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു, യോരാം ഉസിയാവെ ജനിപ്പിച്ചു, ഉസിയാവ് യോദാമിനെ ജനിപ്പിച്ചു, യോദാം ആഹാസിനെ ജനിപ്പിച്ചു, ആഹാസ് ഹിസ്കിയാവിനെ ജനിപ്പിച്ചു, ഹിസ്കിയാവ് മനശയെ ജനിപ്പിച്ചു, മനശെ ആമോസിനെ ജനിപ്പിച്ചു, ആമോസ് യോശിയാവെ ജനിപ്പിച്ചു, യോശിയാവ് യോക്യാനാവിനെയും അവരുടെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. വീണ്ടും പറയുകയാണ്, ബാബേൽ പ്രവാസകാലാനന്തരം യോക്യാനാവ് ശൈത്യനെ ജനിപ്പിച്ചു, ശൈത്യൻ സെരൂബാബേലിനെ ജനിപ്പിച്ചു, സെരൂബാബേൽ അബീഹൂദിനെ ജനിപ്പിച്ചു, അബീഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു, എല്യാക്കീം ആസോരിനെ ജനിപ്പിച്ചു, ആസോര് സാദോക്കിനെ ജനിപ്പിച്ചു, സാദോക്ക് ആക്കീമിനെ ജനിപ്പിച്ചു, ആക്കീം എലീഹൂദിനെ ജനിപ്പിച്ചു, എലീഹൂദ് എലയാസറിനെ ജനിപ്പിച്ചു, എലയാസർ മത്താനെ ജനിപ്പിച്ചു, മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. എല്ലാവരും ജനിപ്പിച്ചു. പക്ഷെ അടുത്ത പദപ്രയോഗമാണ് എനിക്ക് ബലം പകരുന്നത്. അവളിൽ ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു എന്നാണ്. ലോകത്തിൽ മറ്റെല്ലാവരും ജനിപ്പിക്കപ്പെട്ടപ്പോൾ ജനിച്ചതെന്റെ യേശു മാത്രമാണ്. അവന് മാത്രമേ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ കഴിയുള്ളൂ, മറ്റൊരാൾക്കും കഴിയുകയില്ല. ഇവിടെ എണ്ണിയാൽ തീരാത്ത അവതാര പുരുഷന്മാർ പിറന്നു വീണൊരു മണ്ണാണ്. അവതാരങ്ങൾക്ക് കുറവില്ലാത്ത നാടാണ്. പക്ഷെ സാക്ഷാൽ അവതാരമുണ്ടെങ്കിൽ അതെന്റെ യേശു മാത്രമാണ്. കാരണം എന്തെന്നറിയണ്ടേ? ഒറ്റ കാരണം മാത്രമാണ്. അതിതാണ്, ഈ അവതാരം എന്നത് ഒരു സംസ്കൃത പദമാണ്. രണ്ട് പദങ്ങളുടെ സമ്മിശ്രമാണ് അവതാരം. അവപ്രസ്ഥാനം സമമെന്നാണ് അവതാരം എന്ന വാക്ക്. അവ എന്ന് വെച്ചാൽ അവരോഹണമെന്നാണ്. ആരോഹണമുണ്ട്, അവരോഹണമുണ്ട്. ആരോഹണം എന്ന് വെച്ചാൽ മുകളിലേക്കാണ്. ആരോഹണ ക്രമത്തിൽ എണ്ണം പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്തിയും എണ്ണും. ഇങ്ങനെ അവരോഹണത്തിൽ എണ്ണം പറഞ്ഞാൽ 10, 9, 8, 7, 6, 5, 4, 3, 2, 1 എണ്ണം. അവരോഹണം താഴേക്കെന്നാണ്. താരമെന്ന് വെച്ചാൽ പ്രകാശം, ജ്യോതിഷമാണ് എന്ന് വെച്ചാൽ താഴേക്ക് വന്ന പ്രകാശമാണ് അവതാരമെങ്കിൽ ഈ സ്വലോക മഹിമകളെ വെടിച്ചുകൊണ്ട് ഈ താഴലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഇതാ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അരിയെളിയ ഒരു അരുമനാഥനന്റെ യേശു മാത്രമാണെങ്കിൽ ഞങ്ങൾ ഉറക്കെ പറയും, അവൻ മാത്രമാണ് സാക്ഷാൽ അവതാരം. അപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെ പറയുമ്പോൾ പാപത്തിന്റെ പരിഹാരത്തിന് ദുഷ്ടലോകത്തിൽ നിന്ന് വിടുതൽ നൽകുന്നവർ മാത്രമേ കഴിയുകയുള്ളൂ. അതെന്റെ യേശുവിന് മാത്രമാണ് കേട്ടോ. സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾ വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നുണ്ടായിട്ട് ആരോടും പറയാൻ കഴിയാത്ത എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, നിങ്ങളുടെ ചിന്തകൾ അറിയുന്നവരാണ് എന്റെ യേശുനാഥ്. ലോകത്തിലാർക്കും നമ്മുടെ ചിന്തകൾ അറിയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ഇവിടെ രക്തസാക്ഷികൾ ഉണ്ടാകുകയില്ലായിരുന്നു, ഇവിടെ അക്രമങ്ങൾ ഉണ്ടാകുകയില്ലായിരുന്നു. ജന്മം നൽകിയ പിതാവ് അടുത്ത നിമിഷം എന്നെ എന്ത് ചെയ്യുമെന്ന് മക്കൾക്കറിയത്തില്ല, മാതാപിതാക്കൾക്ക് അറിയുകയില്ല. അങ്ങനെ വല്ലാത്തൊരു കാലമാണ്. ഇവിടുത്തെ മഹാരഥന്മാർക്കൊന്നും മുമ്പിൽ വന്നവൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്തൊരു കാലമായിരുന്നു. 1948 ജനുവരി മാസം 30-ാം തീയതി മഹാത്മാഗാന്ധിജി ഈ മണ്ണോട് വിട പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ട പോർമുഖങ്ങളിൽ അഗ്നിയായി മാറിയ മഹാത്മാഗാന്ധിജി അങ്ങ് ബിർള ഹൗസിന് മുമ്പിൽ പ്രാർത്ഥനാ നിരതനാകുമ്പോൾ തന്റെ മുമ്പിൽ വന്ന നാഥുറാം വിനായക ഗോഡ്സെ എന്നെ കൊല്ലാനാണ് വരുന്നതെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഗാന്ധിജി വഴിമാറി സഞ്ചരിക്കുമായിരുന്നു. നാഥുറാം വിനായക ഗോഡ്സെ വെറൈറ്റി പിസ്റ്റൾ എന്ന റിവോൾവറിന് മുമ്പിൽ താൻ മരിക്കുമെന്ന് ഒരിക്കൽ പോലും താൻ ചിന്തിച്ചിരുന്നില്ല. നിലയാത്ത നാടിയിൽ തന്നെ മരണം കാർന്നു പിടിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ സമരങ്ങൾ നയിച്ച ഗാന്ധിജിക്ക്, സ്വാതന്ത്ര്യത്തിന്റെ മുന്നണി പോരാളിക്ക് പോലും മറ്റുള്ളവന്റെ ചിന്ത തിരിച്ചറിയാൻ പറ്റിയില്ല. ആ ഗാന്ധി കുടുംബത്തിൽ തന്നെ ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്ന് അവകാശം കൊണ്ടിരുന്ന ഒരു മഹത് വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി 1984 ഒക്ടോബർ മാസം 31-ാം തീയതി ഈ മണ്ണോട് വിട പറഞ്ഞു. തന്റെ അംഗരക്ഷകരാകുന്ന സത്വന്ത് സിംഗും ബിയാന്ത് സിംഗ് അടക്കമുള്ള സുരക്ഷാ ഭടന്മാർ തന്നെ കൊല്ലുമെന്ന് മുമ്പ് കൂട്ടി അറിയുമായിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധി അവരെ മാറ്റിയിട്ട് വേറെ ആളുകളെ നിയമിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിക്ക് കഴിയില്ല മറ്റുള്ളവരുടെ ചിന്തകൾ തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഇങ്ങനെ പലവിധമായ ആളുകൾ. രാജീവ് ഗാന്ധി 1991 മെയ് മാസം 21-ാം തീയതി തമിഴ്നാട്ടിൽ തിരുവത്താണിയിൽ തന്റെ മുഖ്യധാര പ്രസംഗത്തിന് എത്തിച്ചേരുമ്പോൾ തനിക്ക് ആദരവർപ്പിക്കാൻ വന്ന് തേൻമൊഴി ഗായത്രി വ്യക്തമെന്നറിയപ്പെടുന്ന LTT അംഗം അങ്ങ് ആദരവിന് വേണ്ടി പൂമാല വെക്കുമ്പോൾ എന്നെ കൊല്ലാനാണ് ഇവർ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രാജീവ് ഗാന്ധി ആ സ്വീകരണം ഏറ്റുവാങ്ങില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ പലർക്കും മറ്റുള്ളവരുടെ ചിന്തകൾ അറിഞ്ഞിരുന്നു
ആയിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, യേശു ക്രൂശിക്കപ്പെട്ടല്ലോ. അപ്പോൾ അത് ബൈബിൾ പറയുകയാണ്, തനിക്ക് നേരിടാനുള്ളതൊക്കെ താൻ മുമ്പ് കൂട്ടി അറിഞ്ഞവനാണ്. പിന്നെ എന്തിനു മരിച്ചു എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്റെ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ചിന്തകൾ ലോകത്തിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ബൈബിൾ പറയുകയാണ്, അവൻ നിങ്ങളുടെ ചിന്തകൾ അറിയുന്നവനുമാണ്. ഈ ശബ്ദ സംവിധാനത്തിൽ ഈ മഴയുടെ പ്രകൃതി ഇങ്ങനെ വല്ലാതെ നിൽക്കുമ്പോൾ ഈ ശബ്ദം മരണ്ട ശബ്ദം പോലെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയണം, ഇന്ന് രാത്രി നിന്റെ ചിന്തയും അറിയുന്ന ഒരുവനെ ഞങ്ങൾ ഉയർത്തുന്നത് എന്റെ യേശുനാഥനാണ്. എന്റെ സഹോദരങ്ങളെ, വേറെ ജോലിക്ക് പോകാൻ കഴിവില്ലാഞ്ഞിട്ടോ വേറെ ഇതര കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലാഞ്ഞിട്ടല്ല. ഇവിടെ എനിക്ക് മുമ്പ് ചില സാക്ഷ്യം പ്രഖ്യാപിക്കപ്പെട്ട് ആ ബഹുമാന്യ സേവിക സാറ് ഉന്നത വിദ്യാഭ്യാസം മരിച്ചു, നല്ല ജോലി ചെയ്തു. പക്ഷെ അതിനേക്കാൾ ഉപരി യേശുവാണ് വലിയവനെന്ന് താൻ തിരിച്ചറിഞ്ഞു. ഇവിടെ കൂടപ്പെട്ട പലരും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചില വിദ്യാഭ്യാസങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിനേക്കാളൊക്കെ ഉത്തമമാണ് യേശുവിന്റെ വേല എന്നുള്ളത്. അവനെ ഉയർത്തും ഞങ്ങൾ അഭിമാനിക്കുന്നവരാണ്. ഞങ്ങളൊക്കെ അല്പമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ MBBS പഠിച്ചവരുണ്ട്, എഞ്ചിനീയറിംഗ് പഠിച്ചവരുണ്ട്. ഞാനും ഒരു MCOM ഒക്കെ പഠിച്ചത്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ വിവിധ ഘട്ടങ്ങളിൽ പഠനം നിർവഹിച്ചവരാണ്. പക്ഷേ പഠിപ്പിനെക്കാട്ടിലും പ്രതാപത്തെക്കാട്ടിലും ഞങ്ങളാക്കി മാറ്റിയ, ഞങ്ങളെ സ്നേഹത്തിന്റെ ആ നല്ലൊരു വലയത്തിലേക്ക് തീർത്ത മാർഗമാണ് സുവിശേഷമെങ്കിൽ പണം കൊണ്ടല്ല സഹോദരങ്ങൾ. ഈ രക്ഷയ്ക്ക് നിങ്ങൾ യോഗ്യരാകണം കേട്ടോ. ബൈബിളിന്റെ പ്രഖ്യാപനം, രക്ഷയ്ക്ക് നിന്നെ ജ്ഞാനിയാക്കണം. എന്റെ സഹോദരങ്ങളെ, ചിന്തകൾ അറിയുന്നവനാണ്. മൂന്നവൻ അപൂർവ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഞാൻ ഒട്ടനവധി വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും പക്ഷേ ഈ സമയത്തെയും ഈ വിധ കാലാവസ്ഥയും ഞാൻ അല്പമായി ഭയപ്പെടുന്നു. കാരണം വിവിധയിടങ്ങളിൽ തിരികെ എത്തേണ്ടത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. അപൂർവ കാര്യങ്ങൾ രണ്ടുണ്ട് കേട്ടോ. വിശുദ്ധ ബൈബിൾ രണ്ട് കാര്യങ്ങൾ അപൂർവ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന് അനുഗ്രഹമായിട്ടും ഒന്ന് ന്യായവിധിയുമായിട്ടും. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 29-30 വാക്യങ്ങൾ ഇങ്ങനെയാണ് അവിടെ പറയുന്നത്. കോരകദാതൻ, അബീരാം എന്നിവരോട് പറയുന്നൊരു പ്രഖ്യാപനമാണ്. സകല മനുഷ്യരും മരിക്കുന്ന പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്ന പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ എന്ത് ചെയ്തിട്ടില്ല, അയച്ചിട്ടില്ല. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായ്പടർന്ന് അവരെയും അവർക്കുള്ള സകലത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. അവിടെ പറയുകയാണ് ഒരു അപൂർവ കാര്യം. അവിടെ പറയുകയാണ് എന്തുകൊണ്ടാണ് അവിടെ അപൂർവ കാര്യം ഉണ്ടായത്. ആ അപൂർവ കാര്യം ഒരു ന്യായവിധിയാണ്. എന്തുകൊണ്ടുണ്ടായി? ഈ സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, അവിടുത്തെ ഒരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് മോശയോട് മത്സരിച്ചെന്ന്. എന്ന് വെച്ചാൽ ദൈവത്തോട് മത്സരിച്ചു. മോശ ദൈവത്തിന് പകരം സ്ഥാനാധിപതിയാണ്. ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന പകരം ഞങ്ങൾക്ക് കിട്ടിയ ഏതെയോ മസ്തിഷ്കത്തിൽ ചൂട് പിടിച്ചപ്പോൾ ഉരുത്തിരി ആശയമല്ല, ബന്ധനമില്ലാത്ത വചനമാണ്. ഈ വചനത്തിന് എതിരെ നിങ്ങൾ നിരസിക്കുന്നുവെങ്കിൽ ഞങ്ങളോടോ ഈ ക്രമീകരിക്കപ്പെട്ട ഈ വീട്ടുകാരോടോ അല്ല, മറിച്ച് യേശുനാഥനോടാണ്. അവനെ നിരസിച്ചു. അവനോട് മത്സരിച്ചു, പിന്നെ നിരസിച്ചു. മത്സരിക്കുകയും നിരസിക്കുകയും ചെയ്ത് ബലമുള്ള ആരോഗ്യമുള്ള കോരകദാതൻ അബീരാമെന്ന് യുവത്വത്തിന്റെയും ബലത്തിന്റെയും വല്ലവത്വമുള്ളവൻ പെട്ടെന്ന് ഈ മണ്ണോട് വിടമറിഞ്ഞ് മാറേണ്ടി വന്നെങ്കിൽ ദൈവത്തോട് മത്സരിക്കുകയും നിരസിക്കുകയും ചെയ്യുന്ന സോദര, വചനത്തോട് കൽപ്പനയോട് മത്സരിക്കുകയും നിരസിക്കുകയും ചെയ്ത സോദര, നിന്നിൽ നടക്കുന്ന അപൂർവകാര്യം അനുഗ്രഹമല്ല, ന്യായവിധിയാണ്. പക്ഷേ ഒരിക്കലും നടക്കില്ല, എഴുന്നേൽക്കില്ലെന്ന് പറഞ്ഞ പക്ഷപാതക്കാരൻ എന്റെ യേശുവിനെ വിശ്വസിച്ചു, അവനെ അംഗീകരിച്ചു. വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പക്ഷപാതക്കാരൻ ഒരിക്കലും ഉയരില്ല. എഴുന്നേൽക്കില്ലെന്ന് പറഞ്ഞ പക്ഷപാതക്കാരൻ എഴുന്നേൽക്കുകയും അപ്പുറത്ത് വീടില്ല ബലമുള്ളവർ തകരുകയും ചെയ്തു. രണ്ടും അപൂർവ കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ തീരുമാനമനുസരിച്ചാണ് ഇവ രണ്ടും നടക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി അവനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ നിന്റെ ഏത് വിഷയത്തിനും ഒരു എഴുന്നേൽപ്പുണ്ട് കേട്ടോ. എന്റെ സഹോദരരെ, അങ്ങനെയാണെങ്കിൽ നമ്മെ സ്നേഹത്തോടെ ഒരുമിപ്പിക്കുന്ന ഈ മാർഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ നിന്റെ ഒരു പിടി പണം എന്റെ യേശുനാഥൻ എന്ത് ചെയ്യുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. നിന്റെ സമ്പത്തും നിന്റെ വസ്തുവകകളും നിന്റെ മറ്റിത്യാധികാരികൾ എന്റെ യേശുനാഥൻ ഒരു ഘട്ടത്തിലും ആവശ്യപ്പെടുന്നില്ല. നിൽക്കുന്ന നിൽപ്പ് ഇരിക്കുന്നിരിപ്പ് നിങ്ങൾ എവിടെ നിന്ന് കേട്ടാലും യേശുവെ എന്നെ രക്ഷിക്കണമേ എന്ന ചിന്ത മാത്രം മതി. ഞാൻ എല്ലാം വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സമയത്തെയും ആ വിസ്താര ഭയത്തെ ഞാൻ ഭയപ്പെട്ടുകൊണ്ട് തന്നെ ഉപസംഹാരത്തിലേക്ക് പോകുകയാണ്.
പറയുകയാണ്. അപൂർവ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം എന്ന വിഷയത്തെ പരിമിതമായി മാത്രമേ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാൻ കഴിയുള്ളെങ്കിലും ഞാൻ എൻ്റെ വാക്കുകളുടെ ഉപസംഹാര ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, അപൂർവ കാര്യം എന്ന് വെച്ചാൽ കാണുക. അവർ പറയുന്നത് ഞങ്ങൾ ഇന്ന് അപൂർവ കാര്യങ്ങൾ കണ്ടു എന്നാണ്. ഞാൻ ശാന്തമായി ദൈവത്തോട് ചോദിക്കട്ടെ, ഇത് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന വിവിധ ആളുകൾ ശ്രദ്ധിച്ചെങ്കിലും ഇവിടെ കൂടപ്പെട്ട നിങ്ങളോടും ഒന്ന് രണ്ട് ആത്മീക ചിന്തകൾ പറയട്ടെ. അതുകൊണ്ട് ആ കാര്യം ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞേക്കാം. ഇവിടെ അപൂർവ കാര്യങ്ങൾ കണ്ടു എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളെ കാണാനാണ് ദൈവം വിളിച്ചത്, അനുഭവിക്കാനാണ്. അനുഭവിക്കാൻ വേണ്ടിയാണ്. ആ ശിഷ്യവൃത്തങ്ങൾ ശിഷ്യഗണങ്ങൾ കണ്ടതേ ഉള്ളൂ, അനുഭവിച്ചത് പക്ഷപാതക്കാരനാണ്. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഇവിടെ കേൾക്കുന്ന, ഇവിടെ പരിമിതമായ സ്ഥലത്ത് കൊണ്ട് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ, ഇന്ന് രാത്രി കാണാൻ എല്ലാവർക്കും പറ്റിയേക്കാം. ശിഷ്യന്മാര് കണ്ടു, അനുഭവിക്കാൻ എല്ലാവർക്കും പറ്റുകയില്ല. വില കൊടുക്കുന്നവർക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. ഒറ്റ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കുക. അങ്ങ് ദാനിയേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി കേട്ടോ. ബിംബത്തെ നമസ്കരിക്കണം, ഇല്ലാത്ത പക്ഷം എരിയുന്ന തീച്ചുളയിൽ തൊണ്ടിടും. പക്ഷെ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ വിടുവിപ്പാൻ കഴിഞ്ഞാലില്ലെങ്കിലും നിങ്ങൾ നിർത്തി ബിംബത്തെ എന്തിയിട്ടില്ല, നമസ്കരിക്കുകയില്ലെന്ന് തീരുമാനമെടുത്ത പക്ഷപാതക്കാരനെ അഭേദ്രകോവിനെ കൊണ്ട് എരിയുന്ന തീച്ചുളയിൽ തൊണ്ടിട്ടു. തൊണ്ടിട്ടനന്തരം രാജാവ് ഒന്ന് നോക്കുമ്പോൾ ദാനിയേൽ 3:24-25 വാക്യത്തിൽ പറയുകയാണ്, രാജാവ് തന്നെ പറയുകയാണ്, നമ്മൾ 3 പുരുഷന്മാരെയാണ് ഇട്ടത്. 4 പുരുഷന്മാർ തീയിൽ കൂടി നടക്കുന്നത് ഞാൻ കാണുന്നു എന്ന പദപ്രയോഗമാണ്. എന്ത് ചെയ്യുന്നു? കാണുന്നു. അല്ല രാജാവേ, രാജകിരീടം താങ്കൾക്കല്ലേ, രാജകീയ പദവി താങ്കൾക്കല്ലേ, രാജകീയ ചെങ്കോൽ താങ്കൾക്കല്ലേ, താങ്കൾക്ക് കാണാനേ പറ്റിയുള്ളല്ലോ. അനുഭവിച്ചതാരാണ്? ശദ്രക്കും മേശക്കും ആബേദ്നെഗോവുമാണ്. എന്തുകൊണ്ട് അവർ അനുഭവിച്ചു എന്ന് ചോദിച്ചാൽ, മരണവും ജീവനും തമ്മിൽ എതിരിടുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ തീരുമാനമെടുക്കാൻ അവർ തയ്യാറായപ്പോൾ അവർ കാണുക മാത്രമല്ല, അവർ അനുഭവിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ഉറച്ച തീരുമാനത്തോടെ ഈ വീടിന്റെ സമീപ പ്രദേശത്ത് വീടിനകത്ത് ഇരിക്കുന്ന പ്രിയരെ ഉറച്ച തീരുമാനം ഇന്ന് രാത്രി എടുക്കാൻ കഴിയുക. മരണജീവ പോരാട്ടത്തിൽ എടുക്കാൻ കഴിഞ്ഞാൽ ഇന്ന് രാത്രി കാണുക മാത്രമല്ല, അനുഭവിക്കുക കൂടെ ചെയ്യും. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ കാണാൻ വേണ്ടി മാത്രമല്ല, അനുഭവിക്കാൻ വേണ്ടിയുണ്ട്. ബൈബിളിൽ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ പറയാൻ കഴിയുക. പൗലോസ് കാരാഗ്രഹത്തിൽ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് വാതിലൊക്കെ തുറന്നു, എല്ലാവരുടെയും ചെങ്കല അഴിഞ്ഞു വീണു. എന്നാണ് ഇത് കാരാഗ്രഹ പ്രമാണം എന്ത് ചെയ്തു? കണ്ടു. അനുഭവിച്ചത് അനുഭവിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഈ കാരാഗ്രഹത്തിൽ പാടി ദൈവത്തെ സ്തുതിച്ച പൗലോസും ശീലാസുമാണ് അത് അനുഭവിക്കുകയുണ്ടായത്. എന്റെ പ്രിയരെ, കാണാൻ ഒത്തിരി പേർക്ക് കഴിയേക്കാം, പക്ഷെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ എന്റെ പരിമിതമായി വാക്ക് ഉപസംഹാരം കൊടുക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സന്ദർഭം ഇത്ര ഘട്ടമാകുകൊണ്ട് തന്നെ ഞാൻ ഉപസംഹാരത്തിലേക്ക് എത്തുകയാണ്. സഹോദരങ്ങളെ, പിന്നീട് ഒരു ഘട്ടത്തിൽ ദൈവം അനുഭവിച്ച ഇവിടെ വീണ്ടും കൺവെൻഷന്റെ മറ്റൊരു യോഗം നടക്കുമ്പോൾ അനുഗ്രഹീതരായ മറ്റ് എന്നെക്കാളും ശക്തി പ്രഗത്ഭരമായ കർത്തദാസന്മാർ ഇതിനേക്കാളും ശക്തമായി നിങ്ങളുടെ സന്ദേശം അറിയുകയുണ്ടാകും. അവിടെ നിങ്ങൾക്ക് ബാക്കി ഭാഗങ്ങൾ കേൾക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യും. ഞാൻ എന്റെ പരിമിതമായ ഭാഗം കൊണ്ട് ചുരുക്കുമ്പോൾ പ്രിയരെ, ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് രാത്രി അനുഭവിക്കാൻ ആരൊക്കെ തയ്യാറാകുന്നു. അപൂർവ കാര്യം ചെയ്യാൻ ദൈവം ശക്തനാണ്. ശക്തനായ ദൈവത്തെ സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ക്രൂശിലാണെങ്കിൽ, പാപത്തിന്റെ ശക്തിയുടെ വിടുതൽ കൃപാസനത്തിലാണ്. അങ്ങനെയെങ്കിൽ ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ക്രൂശിന്റെ ചുവട്ടിൽ വരണം. ക്രൂശിന്റെ ചുവട്ടിലും നിലവിളി മാത്രമല്ല, 2 വിധ പ്രദർശനങ്ങളാണ്. റോമാലേഖനം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം ദൈവം നമുക്ക് വേണ്ടി തന്നെ വിശ്വസിക്കുന്നവർക്ക് നീതിമാനമായി തീരേണ്ടതിന് ദൈവം ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിച്ചിരുന്നാണ്. ക്രൂശിൽ നീതിയുടെ പ്രദർശനമാണ്. റോമർ 5:8 പറയുന്നത്, ക്രിസ്തുവോളം പാപികളായിരിക്കുമ്പോൾ തന്നെ മരിക്കുക ദൈവം തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ്. സ്നേഹത്തിന്റെ നീതിയുടെ പ്രദർശനം ക്രൂശിലാണ് കേട്ടോ. ഈ ലോകത്തിൽ ഈ 2 കാര്യങ്ങളും പ്രദർശിപ്പിച്ചത് ക്രൂശിൽ മാത്രമാണ്, നീതിയും സ്നേഹം. ഈ സങ്കീർത്തന പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ കാണപ്പെടുന്നു, നീതിയും സമാധാനവും ചുംബിച്ചിരിക്കുന്നു, അത് ക്രൂശിൽ വെച്ചായിരുന്നു. അങ്ങനെ നീതിയുടെ സ്നേഹത്തിന്റെ പ്രദർശനം ക്രൂശിലാണെങ്കിൽ ക്രൂശിലേക്ക് നോക്കാൻ അവൻ തകരപ്പെട്ട് കിടക്കുമ്പോഴും നിന്നെ അവൻ സ്നേഹിക്കുകയാണ്. അവൻ തകർന്നത്
നമ്മെ സൗന്ദര്യമുള്ളവരാക്കാൻ, നമ്മെ നന്മയുള്ളവരാക്കാൻ വേണ്ടി ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൽ ജാർഖണ്ഡ്, ബീഹാർ എന്ന രണ്ട് സംസ്ഥാനങ്ങളുടെ പ്രത്യേകത മൈക്കക്കറികളുടെ ഉത്ഭവമാണ്. ഈ മൈക്കക്കറികളിൽ കൊച്ചുകുട്ടികളാണ് അയിരുകൾ പറക്കാൻ വേണ്ടി പോകുന്നത്. ആ അയിരുകൾ പറക്കിയെടുത്താണ് പൊട്ടാസ്യം, അലുമിനിയം, സിലിക്കേറ്റ് എന്ന ധാതു ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ധാതുവിൽ നിന്നാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ കൊച്ചുകുട്ടികൾ ആ ചെറിയ ഗുഹകളിൽ പറക്കുമ്പോൾ മൈക്കടക്കമുള്ള മാഗസീനിൽ പുറത്തുവിട്ടതാണ്. ഇന്ത്യ ബാലവേല നിരോധിക്കപ്പെട്ട നാടാണെങ്കിൽ ജനഘട്ടങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. 10 വയസ്സിന് താഴെയുള്ള കൊച്ചുകുട്ടികൾ ആ ഗുഹകളിൽ പറക്കിയെടുക്കും. അവരുടെ വീടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി. നല്ല സുന്ദരമുള്ള സൗന്ദര്യമുള്ള വെളുത്ത കുഞ്ഞുങ്ങൾ ഇരുനിറം ബാധിക്കുന്നുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടി മരിക്കുന്നുണ്ട് കേട്ടോ. അവർ അങ്ങനെ ശ്വാസം മുട്ടി മരിക്കുകയും ഇരുളടയും ചെയ്യുമ്പോൾ അവർ പറയുന്നത് അതിൽ നിന്നാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാകുന്നത്. ഈ വസ്തുവിൽ നിന്നാണ് ഇവിടെ ഉന്നതമായ സെലിബ്രിറ്റികൾ വെയിലത്തൊന്നും മഴയത്തൊന്നും മഞ്ഞത്തൊന്നും വ്യത്യാസമില്ലാതെ മുഖത്ത് പലതും പുരട്ടി നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിയണം, നിങ്ങൾ സൗന്ദര്യവാന്മാരായി നടക്കാൻ, നിങ്ങൾ നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അത് പരുവത്തിനെടുക്കുന്ന പദാർത്ഥങ്ങളുടെ പിന്നിൽ നിങ്ങൾ സൗന്ദര്യമുള്ളവരായി നടക്കുമ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി അരിവറക്കിയെടുത്ത് ഒത്തിരി കുട്ടികൾ ഇരുനിറം ബാധിച്ചിട്ടുണ്ട്. ഒത്തിരി പേർ ഈ മണ്ണോട് ശ്വാസം മുട്ടി വിട പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് ക്രൂശിലേക്ക് നോക്കുക. കണ്ടാൽ ആനന്ദമില്ല, രൂപഗുണമില്ല, കോമളത്വമില്ല, ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ തകരപ്പെട്ട് പുറമുടി വിചാരം പോലെ കീറപ്പെട്ടവരായി അവൻ തകരപ്പെട്ട് കിടക്കുമ്പോൾ ഒരു മനുഷ്യനെ നോക്കിയിട്ട് സൗന്ദര്യം മോഹിക്കപ്പെട്ടില്ല. പക്ഷെ അവൻ തകരപ്പെട്ട് കിടക്കുമ്പോഴും നമ്മോടുള്ള സ്നേഹത്തെ, നമ്മോടുള്ള നീതിയെ അവൻ പ്രദർശിപ്പിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? അവൻ സൗന്ദര്യമില്ലാത്തവരായി തീർന്നത് നമ്മെ സൗന്ദര്യമുള്ളവരാക്കാൻ വേണ്ടിയാണ്. നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വരണം കേട്ടോ. എവിടെയാണ് സാക്ഷ്യം കിട്ടുന്നത്? നമുക്ക് നഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ തിരികെ എപ്പോൾ കിട്ടുമോ അന്ന് നമ്മൾ സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കും. ഒന്ന്, ഏതെങ്കിലും അവർ പാപം ചെയ്തതുകൊണ്ട് അവർക്ക് ആ മഹത്തരമാവുന്ന ഏതൻ പർദീസ് നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അവരുടേതായ ആ സൗന്ദര്യം, ആ രാജ്യം നഷ്ടപ്പെട്ടു. 2, തേജസ്സിന്റെ വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു. 3, ദൈവിക കൂട്ടായ്മ അവർക്ക് നഷ്ടപ്പെട്ടു. ഇത് 3 എന്ന് തിരികെ കിട്ടുമോ അന്ന് മാത്രമേ ഒരു മനുഷ്യൻ സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കുകയുള്ളൂ. അതിന്റെ യേശുനാഥന്റെ വരവിൽ മാത്രമേ നടക്കുകയുള്ളൂ. നഷ്ടപ്പെട്ട രാജ്യവും നഷ്ടപ്പെട്ട തേജസ്സിന്റെ വസ്ത്രവും നഷ്ടപ്പെട്ട ദൈവിക കൂട്ടായ്മ കിട്ടുന്ന അന്ന് മാത്രമേ ഉള്ളൂ. അതിനിപ്പുറം വെച്ച് ആരൊക്കെ ഉള്ളിൽ പറയുന്നത് സ്വാതന്ത്ര്യം വിപ്ലവങ്ങൾ നടത്തിയാലും അതൊന്നും ഒരു സാക്ഷാൽ സ്വാതന്ത്ര്യമല്ല. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ആ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ആ നിത്യ സന്തോഷത്തിൽ നിങ്ങളെ ആവഹിക്കുന്ന ഈ അനുഗ്രഹീതമായ സന്ദേശം ശിരസാൽ ഉൾവഹിച്ചുകൊണ്ട് ജീവിതം ധന്യമായി തീരാൻ നിങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ട് സംഭരിക്കുന്നു. സകല ദേവവൃന്ദ കരുണാശിഷികൾ കൊണ്ട് ദൈവം നിങ്ങളെ ധാരാളം